എൻ്റെ പേര് മീനാക്ഷി പ്രമോദ് നായർ. ഞാൻ ചാവറ ദർശൻ സേമായി പബ്ലിക് സ്കൂളിലെ ഒരു 8ാം ക്ലാസ് വിദ്യാർത്ഥിനി. എൻ്റെ ഫേവറേറ്റ് ഹോബിയാണ് റീഡിംഗ്. ഞാൻ വളരെയധികം ഇംഗ്ലീഷ് നോവലുകൾ വായിച്ചിട്ടുണ്ട്. പക്ഷേ അതിലെൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു നോവലാണ് ദ സീക്രട്ട് ഓഫ് കിളിമൂൺ ബൈ എനിറ്റ് ബ്ലൈറ്റൺ. എനിറ്റ് ബ്ലൈറ്റൺ ഒരു പ്രശസ്ത ചിൽഡ്രൻസ് റൈറ്ററാണ്. അവരുടെ പല പുസ്തകങ്ങളും എനിക്ക് ഇഷ്ടമാണ്. ഫോർ എക്സാമ്പിൾ മാലറി ടവേഴ്സ്, അങ്ങനെയുള്ള ഫേമസ് 5, അങ്ങനെയുള്ള സീരീസ്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം ദ സീക്രട്ട് ഓഫ് കിളിമൂൺ ആണ്. സീക്രട്ട് ഓഫ് കിളിമൂൺ എന്ന് പറഞ്ഞ പുസ്തകം എനിക്ക് ഇഷ്ടപ്പെടാൻ ഒരു റീസൺ ഉണ്ട്. ഇതൊരു അഡ്വെഞ്ചറസ് ഫീൽഡ് പുസ്തകമാണ്. ഇതിൽ മിസ്റ്ററി, സോൾവിങ് കേസസ് അങ്ങനെ ഒരു ജോൺറയാണ്. ഇതിൽ 5 കുട്ടികൾ പെഗി, നോറ, മൈക്ക്, ജാക്ക് ആൻഡ് പ്രിൻസ് പോൾ വിവിധ സ്ഥലങ്ങളിൽ പോയി മിസ്റ്ററി ക്രാക്ക് ചെയ്യുന്ന ഒരു ടൈപ്പ് പുസ്തകമാണ്. ഇതിൽ അവർ ബറോണിയ എന്നൊരു സ്ഥലത്ത് പോയി കിളിമൂൺ കാസിലിൻ്റെയും കിളിമൂൺ മൗണ്ടനിൻ്റെയും ഒരു മിസ്റ്ററി സോൾവ് ചെയ്യുന്ന പുസ്തകമാണ്. നിങ്ങൾക്ക് വേണ്ടി ഈ പുസ്തകത്തിൽ എൻ്റെ ഒരു ഫേവറേറ്റ് പാർട്ട് വായിക്കാം. The children stared in awe at the palace. They had never seen one like it before, outside of books. It was really magnificent, though not enormous. With the great mountain behind it and the shining blue lake below, it looked like a dream palace. They walked through a garden full of strange and sweet-smelling flowers and came to a long flight of steps. They climbed these and entered the palace through a wide open door, at which stood 6 footmen in a line, dressed in the Baronian livery of blue and silver. എനിക്ക് ഈ ഭാഗം ഇഷ്ടപ്പെടാനുള്ള കാരണം ഓത്തർ ഒരു പ്രത്യേക ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ് ഇത് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഈ 5 കുട്ടികൾ പലതരം അഡ്വെഞ്ചേഴ്സും എൻകൗണ്ടേഴ്സും ഫേസ് ചെയ്തിട്ടാണ് കിളിമൂൺ മൗണ്ടനിൻ്റെ സീക്രട്ട് ക്രാക്ക് ചെയ്യുന്നത്. ഈ കുട്ടികൾ ഫോർ എക്സാമ്പിൾ ഒരു ഗ്യാങ് ഓഫ് റോബേഴ്സിൻ്റെ പിടിയിലാവും. സീക്രട്ട് ഫോറസ്റ്റ് എന്ന് പറയുന്ന ഡെൻസ് ജംഗിളിൽ ട്രാപ്പായി പോകും. ഇവരിതെല്ലാം ഫേസ് ചെയ്തിട്ടാണ് ഈ ക്രാക്ക് കോട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഈ പുസ്തകം വളരെ ഇഷ്ടമായത്. ഈ കഥയ്ക്ക് ഒരു മെസ്സേജ് ഉണ്ട്. നമ്മൾ ഒരിക്കലും കുട്ടികളെ പിടിച്ചു നിർത്തരുത്. അവരെ എപ്പോഴും എല്ലാത്തിലും ഇൻവോൾവ് ചെയ്യാൻ ശ്രമിക്കണം. എന്നാൽ മാത്രമേ കുട്ടികൾ കറേജസും കൈൻഡ് ആൻഡ് കോൺഫിഡൻറ്റ് ആയിട്ട് വളരുള്ളൂ. അങ്ങനത്തെ തരത്തിലുള്ള കുട്ടികൾക്ക് മാത്രമേ ഈ വേൾഡിൽ റിയൽ യൂസ് ഉള്ളൂ.